ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. ഇന്നത്തെ ലോങ് വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ തറവാട്ടിൽ നടന്ന തെയ്യത്തിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ജനുവരി 26 നമ്മളെ തറവാട്ടിൽ തെയ്യം നടക്കും എന്നുള്ളത് ഞാൻ പണ്ട് ഒരു വെള്ളാട്ടത്തിൻ്റെ ഒരു വ്ളോഗ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് എല്ലാ വർഷവും ജനുവരി 26 നടക്കും എന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ തെയ്യത്തിനെക്കുറിച്ചും പിന്നെ എനിക്കറിയാവുന്ന തെയ്യത്തിൻ്റെ കഥകളും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. അതിനെക്കൊണ്ട് ഞാനിങ്ങനെ വലിച്ചു നീട്ടി ഇങ്ങനെ കുറേ സംസാരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് തെയ്യത്തിലേക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് തെയ്യങ്ങളുണ്ട്, നിങ്ങൾക്കറിയാമല്ലേ. ഇപ്പോൾ തന്നെ 400ഓളം തെയ്യങ്ങൾ കെട്ടിയാടുന്നുണ്ട് എന്നാണ് പറയുന്നത്. കതിവന്നൂർ വീരനും കണ്ടനാർക്കേളനും കുടിവീരനും തൊണ്ടച്ചനും തൊടുവീരനും മുച്ചിലോട്ട് ഭഗവതിയും കുട്ടിച്ചാത്തനും പഞ്ചുരുളിയും കരിയാത്തനും വിഷ്ണുമൂർത്തി പൂമാരനും പൊട്ടനും കണ്ഠാകർണനും ശാസപ്പനും തായ്പര ദേവതകളും അങ്ങനെ 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 കുറേ ആൾക്കാരുണ്ട്. എല്ലാ തെയ്യങ്ങളും എല്ലാ തെയ്യാട്ട ജാതിക്കാർക്കും കെട്ടിയാടുവാൻ അവകാശമില്ല കേട്ടോ. ഓരോ ജാതിക്കാർക്കും ഇന്ന തെയ്യം എന്ന് പണ്ടേ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന തെയ്യം മാത്രമേ കെട്ടാവൂ എന്നുള്ളത്. അപ്പം ഈ തെയ്യമൊക്കെ നടക്കുന്നതിന് മുമ്പ് നമ്മൾ അടയാളം കൊടുക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അടയാളം കൊടുക്കുക എന്ന് വെച്ചാൽ ഇപ്പം മുൻകൂട്ടി നിശ്ചയിച്ച ഡേറ്റിൽ തെയ്യം കെട്ടാൻ ഏൽപ്പിക്കുന്ന ചടങ്ങിനെയാണ് നമ്മൾ അടയാളം കൊടുക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൊടിയില വാങ്ങുക എന്ന് പറയും. ഇപ്പോൾ ഒരു നിറദീപത്തിൽ നിന്നും കൊളുത്തിയെടുത്ത വിളക്ക് തിരി വെച്ചിട്ട് അത് ഇങ്ങനെ കൈമാറുന്ന ചടങ്ങാണ് കൊടിയില കൊടുക്കൽ. അപ്പോൾ കൊടിയില വാങ്ങുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കോലം കെട്ടാൻ എനിക്ക് സമ്മതമാണ് എന്ന് അറിയിക്കലാണ്. അപ്പോൾ എനിക്ക് എന്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ തെയ്യം കെട്ടിക്കോളാമെന്ന് സമ്മതിക്കുന്ന ഇതാണ് കൊടിയില വാങ്ങുന്നതിലൂടെ അർത്ഥമാക്കുന്നത് കേട്ടോ. അങ്ങനെ കൊടിയിലൊക്കെ വാങ്ങി അടയാളമൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്നാണോ തെയ്യം നടക്കുന്നത് അതിൻ്റെ മുമ്പ് തോറ്റോ വെള്ളാട്ടോ എന്തെങ്കിലും നടക്കും. അപ്പം തെയ്യത്തിൻ്റെ കഥ എന്താണ്, അതിൻ്റെ അവതാര ഉദ്ദേശം എന്താണ് എന്നുള്ളത് പാടി ഉണർത്തി ഉറഞ്ഞാടുന്ന ഇളം കോലത്തിനെയാണ് തോറ്റം എന്ന് പറയുന്നത്. എല്ലാ തെയ്യത്തിനും തോറ്റം ഇല്ല കേട്ടോ. ഇപ്പോൾ ഗുളികൻ, പട്ടർ തെയ്യം, തൽസ്വരൂപൻ, പൂതം, കേടൻ ഇതിനൊന്നും തോറ്റമില്ല. ചിലതിന് 2-3 തോറ്റങ്ങളുണ്ട്. അപ്പോൾ മുച്ചിലോട്ടമ്മ, പുലിയൂർ കാളി, കക്കര ഭഗവതിക്കൊക്കെ 2-3 തോറ്റങ്ങളുണ്ട്. ഇപ്പോൾ മുച്ചിലോട്ട് ഭഗവതിക്കാണെങ്കിൽ ഉച്ചത്തോറ്റം, അന്തിത്തോറ്റം, അടിച്ചു തടിത്തോറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ തോറ്റങ്ങളുണ്ട്. ഇപ്പോൾ വെള്ളാട്ടമാണെങ്കിൽ തോറ്റത്തിനെ പോലെയല്ല. വെള്ളാട്ടത്തിന് തോറ്റം പാട്ട് ഉണ്ടാവില്ല. ഇപ്പം ചെറിയ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഇപ്പം ചെറിയ മുടിയൊക്കെ വെച്ച് തെയ്യത്തിൻ്റെ ഒരു ഇളം കോലമായിട്ടാണ് വെള്ളാട്ടത്തിനെ കാണുന്നത്. പുരുഷ തെയ്യങ്ങൾ കാണും കേട്ടോ കൂടുതലായിട്ട് വെള്ളാട്ടം കണ്ടുവരുന്നത്. അപ്പം നമ്മളെ വീട്ടിലെ വെള്ളാട്ടം കഴിഞ്ഞ് വെള്ളാട്ടം നമ്മളെ തറവാട്ടിലേക്ക് വരും. തറവാട്ടിലേക്ക് വന്ന് കാരണന്മാരെ മണ്ഡപത്തിൽ പോയി നമസ്കരിച്ച് ഇപ്പോഴത്തെ കാരണവരെ കണ്ട് എല്ലാവർക്കും അനുഗ്രഹം കൊടുത്ത് എല്ലാവരും അരിന്നൊക്കെ നുരിച്ച് മെല്ലെ വെള്ളാട്ടം തിരിച്ചു പോകും. ഇവിടെ ഗുളികനും ശാസ്ത്രപ്പൻ്റെയും മാത്രം തെയ്യമുള്ളൂ കേട്ടോ. ഒരുപാട് തെയ്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം നമുക്കിനി ഗുളികനെക്കുറിച്ച് പറഞ്ഞാലോ. തെയ്യപ്രപഞ്ചത്തിലെ ഭൈരവാദി മൂർത്തിയാണ് ഗുളികൻ. കാലനില്ലാത്ത കാലത്ത് മഹാദേവന്റെ പെരുവിരൽ പൊട്ടി അടർന്നുണ്ടായ ദേവനാണ് ഗുളികൻ. ജനന മരണങ്ങളുടെ കാരണഭൂതൻ, ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പാതിരാ നേരത്ത് നാടുവാഴുന്ന ദേവൻ. പണ്ട് മൃഗണ്ഡു എന്ന മഹർഷിക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഏറെക്കാലം ദുഃഖിതനായിട്ട് കഴിയായിരുന്നു. പരമശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷനായ പരമശിവനോട് മുനി തൻ്റെ ദുഃഖം പറഞ്ഞു. 100 വയസ്സുവരെ ജീവിക്കുന്ന ബുദ്ധിശൂന്യനായ ഒരു മകനെ വേണോ, അതോ വെറും 16 വയസ്സുവരെ മാത്രം ആയുസ്സുള്ള മഹാപണ്ഡിതനായ ഒരു മകനെ മതിയോ എന്ന് ശിവൻ ചോദിച്ചു. ആയുസ് കുറവെങ്കിലും പ്രഭു, അറിവുള്ള മകൻ മതി എന്ന് മൃഗണ്ഡു പറഞ്ഞു. അങ്ങനെ മുനിക്കൊരു മകനുണ്ടായി. അവന് മാർക്കണ്ഡേയൻ എന്ന് പേരിട്ടു. മിടുക്കനായിരുന്നു മാർക്കണ്ഡേയൻ. മകന് 16 തികയാറായപ്പോൾ ആയുസെത്തി എന്ന കാര്യം അപ്പോഴാണ് മാർക്കണ്ഡേയൻ അറിയുന്നത്. എന്നിട്ടും അവൻ പതറിയില്ല. കഠിനമായ ശിവഭജനം തുടങ്ങി. ശിവലിംഗത്തിന് മുന്നിൽ മന്ത്രം ചൊല്ലി കാലം കൂട്ടി. അങ്ങനെ ഒരു നേരത്താണ് കാലൻ അവനെ തേടിയെത്തുന്നത്. കാലൻ്റെ വിളികേട്ട മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ചു. പക്ഷേ കാത്തു നിൽക്കാൻ നേരമില്ലാത്ത കാലൻ കുരുക്കു വീശിയെറിഞ്ഞു. മാർക്കണ്ഡേയൻ്റെ കഴുത്തും ശിവലിംഗവും ചേർത്ത് ആ കുരുക്കു മുറുക്കി. ആഞ്ഞു വലിച്ചപ്പോൾ ശിവലിംഗവും പിഴുതു വന്നു.
ശിവൻ കോപം കൊണ്ട് മൂന്നാം കണ്ണ് താനെ തുറന്നു. ഒറ്റ നോക്കിൽ കാലൻ എരിഞ്ഞമർന്നുപോയി. പിന്നീട് കാലനില്ലാത്ത കാലം. ജീവജാലങ്ങൾക്ക് മരണമില്ലാതായി. ഭാരം താങ്ങി താങ്ങി നടുതളർന്ന ഭൂമിദേവി വിവശയായി. ശിവൻ ഈ കാര്യമറിഞ്ഞപ്പോൾ മനസ്സലിഞ്ഞു. ഇടതു തൃക്കാലിൻ്റെ പെരുവിരൽ നിലത്തമർന്നി ആ വിരൽ പൊട്ടിപ്പിളർന്ന് അർദ്ധകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ഒരു ദേവൻ അവതരിച്ചു. അതാണ് ഗുളികൻ. അങ്ങനെ ശിവാംശജാതനായ ഗുളികൻ നേരെ ഭൂമിയിലേക്ക് ഇറങ്ങി. കാലനില്ലാത്ത കാലത്ത് കാലനായി. ഗുളികൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8:30 ആയപ്പം നമ്മളെ കുട്ടിച്ചാത്തൻ ഇറങ്ങി കേട്ടോ. ശാസ്തപ്പെന്നും കുട്ടിച്ചാത്തനും എല്ലാം പറയും ഈ തെയ്യത്തിന്. ശിവനും പാർവതിയും വള്ളുവനും വള്ളുവത്തിയും രൂപം സ്വീകരിച്ചപ്പോൾ അവർക്ക് കുട്ടിച്ചാത്തൻ എന്നൊരു മകനുണ്ടായി. കാളകാട്ടില്ലത്തെ കുട്ടികളില്ലാത്ത നമ്പൂതിരിക്ക് ഇവർ കുട്ടിച്ചാത്തനെ നൽകി. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഗുരുവിൻ്റെ ഉപദേശങ്ങളൊന്നും കേൾക്കാൻ കുട്ടിച്ചാത്തൻ തയ്യാറായില്ല. പകരം ബ്രാഹ്മണ പാരമ്പര്യത്തിന് വിരുദ്ധമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങി. ഒരിക്കൽ വിശന്നു കയറി വന്ന ചാത്തന് കിണ്ടി നിറയെ പാൽ കൊടുക്കാതിരുന്നതിന് ഇല്ലത്തമ്മയെയും ശകാരിച്ച് ചെങ്കൊമ്പൻ കാളയുടെ കഴുത്തറുത്ത് ചോര കുടിച്ചു ചാത്തൻ. ചെങ്കൊമ്പനെ കൊന്ന ചാത്തനെ പിതാവ് ക്രൂരമായി ശിക്ഷിച്ചു. അതിൻ്റെ അരിശം മുഴുവൻ ചാത്തൻ തീർത്തത് അമ്മയിലാണ്. വലിയ കല്ലുകളാൽ എറിഞ്ഞ് അമ്മയെ കിണറ്റിൽ വീഴ്ത്തി. കുലനാശകനാണവൻ എന്നലറിക്കൊണ്ട് പറഞ്ഞ് കാളകാടൻ അവനെ വലിഞ്ഞു കെട്ടി കാഞ്ഞിരപ്പുഴ കൊണ്ടുപോയി തല വെട്ടി എറിഞ്ഞു. നമ്പൂതിരി തിരിച്ചെത്തുമ്പോഴേക്കും പാറിപ്പറന്നെത്തിയ കുട്ടിച്ചാത്തൻ സർവത്ര നാശം വിതച്ചു. ശല്യം ഒഴിവാക്കാൻ മഹാമന്ത്രവാദികളെ വരുത്തി നമ്പൂതിരി. 21 ഹോമകുണ്ടങ്ങളിൽ കുട്ടിച്ചാത്തനെ ആവാഹിച്ച് നുറുക്കിയിട്ടു. പക്ഷേ കത്തുന്ന കാളാഗ്നിയിൽ നിന്ന് അനേകം കുട്ടിച്ചാത്തന്മാർ അട്ടഹാസത്തോടുകൂടി ഉയർന്നു വന്നു. കാളകാട്, ചാലോറ, ചാത്തങ്ങാട്, പൂന്തോട്ടം, അടിയേരി തുടങ്ങി 43 ഇല്ലങ്ങളും ചാത്തൻ ചുട്ടെരിച്ചു. എല്ലാ പുരോഹിതന്മാരും ചാത്തന് മുന്നിൽ ജീവന് വേണ്ടി കേണപേക്ഷിച്ചു. താൻ ആരാധന കൊണ്ട് തൃപ്തനാകാമെന്ന് ചാത്തനും പറഞ്ഞു. അന്നു മുതൽക്ക് കുട്ടിച്ചാത്തനെ കെട്ടിയാടി ആരാധനയും തുടങ്ങി. അങ്ങനെ ശാസ്തപ്പൻ തെയ്യം കഴിഞ്ഞതിന് ശേഷം ഗുളികന് വേണ്ടിയിട്ട് നമ്മൾ കോഴീനെയൊക്കെ കൊടുത്ത് എന്നതിന് ശേഷമേ ഗുളികൻ്റെ മുടി അഴിക്കുള്ളൂ. അങ്ങനെ മുടി അഴിച്ച് ഗുളികനെ ഉള്ളിലാക്കി. അപ്പോൾ ഓരോ തെയ്യത്തിൻ്റെ അവസാനം കരിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ചടങ്ങുണ്ടാവും. തെയ്യത്തിൻ്റെ അവസാനം ചെയ്യുന്ന കാര്യമാണ് കരിയെടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. എന്നുവെച്ചാൽ തെയ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും നമ്മളിപ്പോൾ ഓലയൊക്കെ ഉപയോഗിക്കുമല്ലോ, ഓലയും മറ്റ് വസ്തുക്കളൊക്കെ തൂത്തുവാരി വൃത്തിയാക്കി നമ്മൾ അതെല്ലാം കത്തിച്ച് കളഞ്ഞതിന് ശേഷം ഒരു ചെറിയ ചെണ്ടയൊക്കെ ഉണ്ടാവും അന്നത്തെ ദിവസം. അപ്പോൾ അങ്ങനെയാണ് തെയ്യത്തിൻ്റെ അവസാനം ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഗുളികന് നമ്മൾ ഇതൊക്കെ കൊടുത്ത് ഗുളികനെ ഉള്ളിലാക്കിയതിന് ശേഷം നമ്മുടെ ശാസ്തപ്പൻ തെയ്യം നമ്മളെ വീട്ടിലേക്ക് വരും. ശാസ്തപ്പൻ തെയ്യം നമ്മളെ വീട്ടിലേക്ക് വന്ന് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കാരണന്മാരെ മണ്ഡപത്തിൽ പോയി നമസ്കരിച്ച് ഇപ്പോഴത്തെ കാരണന്മാരെ കണ്ട് പിന്നെ അവിടെയുള്ളവർക്കെല്ലാവർക്കും മഞ്ഞൾപ്പൊടി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് അടയാളം എടുക്കൽ എന്നാട്ടോ പറയുക. ആ സമയത്താണ് തെയ്യം നമ്മളോട് സംസാരിക്കുക. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തെയ്യത്തിനോടും പറയാം. തെയ്യം നമുക്ക് വേണ്ട ഉപദേശങ്ങളും തരും. അത് കഴിഞ്ഞിട്ട് ഉണക്കലരിയോ മഞ്ഞളും ചേർത്തിട്ടുള്ള ഒരു കുറി, കനകപ്പൊടി എന്നാണ് ആ കുറിനെ പറയുന്നത്, അത് നമുക്ക് തെയ്യം തരും. അങ്ങനെ അതൊക്കെ തൊട്ട് മെല്ലെ നമ്മളോട് വിട ചൊല്ലട്ടെ എന്ന് പറയും. വിട ചൊല്ലട്ടെ എന്നല്ല, കൈയെടുക്കട്ടെ എന്ന് പറയും. അങ്ങനെ നമ്മുടെ ശാസ്തപ്പൻ തിരിച്ചു പോകും. അതോടെ ഈ കൊല്ലത്തെ തെയ്യവും നമ്മുടെ വീട്ടിലത്തെ തെയ്യം കഴിഞ്ഞു. ഇനി അടുത്ത ജനുവരി 26 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റിക്കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വ്ളോഗുമായിട്ട് വരുന്നവരെ ബൈ ബൈ.